ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുവിൽ സ്നേഹമുള്ളവരെ, മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 22-ാം വാക്യം. ആ വചനം കേട്ട് അവൻ വിഷാദിച്ച് സങ്കടത്തോടെ തിരിച്ചുപോയി. കാരണം അവന് വളരെയധികം സമ്പത്തുണ്ടായിരുന്നു. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്ന സമ്പത്ത്, സമയം, കഴിവുകൾ, മറ്റെന്തും ദരിദ്രരുമായി പങ്കുവയ്ക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. സങ്കീർത്തനം 41:1 പറയുന്നു, ദരിദ്രനോട് ദയ കാണിക്കുന്നവൻ ഭാഗ്യവാൻ, എന്തെന്നാൽ കഷ്ടതയുടെ കാലത്ത് കർത്താവ് അവനെ രക്ഷിക്കുമെന്ന്. സ്നേഹമുള്ളവരെ, എന്നും നമുക്ക് സന്തോഷത്തിൻ്റെ കാലം മാത്രമല്ല, സങ്കടത്തിൻ്റെ കാലവുമുണ്ട്. അപ്പോൾ കർത്താവ് നമ്മെ കാത്തു രക്ഷിക്കണമെങ്കിൽ ദരിദ്രനോട് ദയ കാണിക്കുവാൻ നമുക്ക് സാധിക്കണം. നമുക്കുള്ളത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനായിട്ടുള്ള വലിയ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കുകയും ചെയ്യാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.